morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ കോഡുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. കോഡ് എന്തായിരുന്നു? കോഡ് പറക്കുള്ള വരെയാണ് നമ്മൾ എടുത്തത്. നെക്സ്റ്റ് ആണ് കോഡ് യെല്ലോ, മിസ്സിംഗ് പേഷ്യൻസ്. ഓക്കെ, മിസ്സിംഗ് പേഷ്യൻസിന്റെ കോഡാണ് ഇത് കോഡ് യെല്ലോ എന്ന് പറയുന്നത്. When you discover that the patient is missing, എന്താണ് പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ആ പോയിന്റ് നോക്കി. സ്റ്റാഫ് ഇൻ ഇമ്മീഡിയറ്റ് ഏരിയ carry out a search of the department. എന്താണ് പേഷ്യൻസ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാഫുകള് അവിടെയുള്ള ആ ഏരിയയിൽ അല്ലെ, തൊട്ടടുത്ത ഏരിയയിൽ സെർച്ച് ചെയ്യും. നമ്മളായാലും ഇപ്പൊ നമ്മള് എന്താണ് നമ്മളെ കുട്ടികളെയൊക്കെ ചിലപ്പോ കാണാണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോ തിരിയുമ്പോഴായിരിക്കും കുട്ടീനെ കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവിടെയൊക്കെ നോക്കും അല്ലെ, പേര് വിളിച്ച് ഓരോ മുറിയിലും പോയിട്ട് നോക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഏരിയയിൽ നിന്ന് പേഷ്യൻസിനെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത ഏരിയയിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? തിരയും, സെർച്ച് ചെയ്യുമോ? നോട്ട് ഫൗണ്ട്, കോൾ എ യെല്ലോ. എന്താണ് ഇനി കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? കോൾ യെല്ലോ. കോൾ യെല്ലോ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നു. ആൻഡ് പ്രൊവൈഡ് the following. ഇനി എന്താണ് കോഡ് യെല്ലോ പറഞ്ഞതിന് ശേഷം, കോൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കണം? പേഷ്യന്റ് നെയിംസ് അല്ല, പേഷ്യന്റിന്റെ പേരെന്താണ്, ഡിപ്പാർട്ട്മെന്റ് ഒരു യൂണിറ്റ് എവിടെ നിന്നാണ്, വാർഡിൽ നിന്നാണോ, ICUയിൽ നിന്നാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, സോറി കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ മിസ്സിംഗ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിങ് ക്ലോത്തിങ്. പേഷ്യന്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. എന്താണ് ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? നമ്മളിപ്പോ പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലേ, ഇങ്ങനെ കുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് ഇത്രയും മുടി, അതുപോലെ തന്നെ കറുത്ത നിറം അല്ലെങ്കിൽ വെളുത്ത നിറം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏത് കളർ ഡ്രസ്സാണ്, ഷർട്ടാണോ അല്ലെങ്കിൽ പാൻസ് ആണോ ഇട്ടിരിക്കുന്നത്, അതിന്റെ കളർ പിങ്ക് ഷർട്ടാണ്, അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിനെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അവിടെ ഇൻക്ലൂഡിങ് ക്ലോത്തിങ്, ഡ്രസ് ഏതാണ് ഇട്ടിരിക്കുന്നത് അതും കൂടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ. എപ്പോഴാണ് അദ്ദേഹത്തെ ലാസ്റ്റ് ആയിട്ട് ഏത് ലൊക്കേഷനിൽ നിന്നാണ് ലാസ്റ്റ് കണ്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഏതാണ് എപ്പോഴാണ് കണ്ടിരിക്കുന്നത്, അതിന്റെ ടൈമും ലൊക്കേഷനും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ 4 കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ആദ്യം, പേഷ്യന്റ് മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇമ്മീഡിയറ്റ് ഏരിയയിൽ നിന്ന്, അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ആ ഏരിയയിൽ ആദ്യം സ്റ്റാഫുകൾ സെർച്ച് ചെയ്യും. ഇനി കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ യെല്ലോ കോൾ ചെയ്യുന്നു. അതിന്റെ കൂടി എന്ത് കൊടുക്കുന്നുണ്ട്? ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പേഷ്യന്റ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ, ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ. സ്റ്റാഫ് ഇൻ അതർ ഏരിയ will return to their designated area and assist with the search. അപ്പൊ എന്താണ്? ആദ്യം ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ ആദ്യം അന്വേഷിക്കും അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ പേഷ്യൻസിനെ കാണാതായിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നത്? അവരാദ്യം അന്വേഷിക്കും. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ പിന്നീട് അവരന്വേഷിച്ചിട്ട് കാണുന്നില്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? അതർ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ കൂടി അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരും ആ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിക്കുന്നുണ്ട്. തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലെ ഏരിയയിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം
പിന്നെ നമ്മളെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ സ്വർണ്ണക്കമ്മലൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അന്വേഷിക്കും അല്ലെ, നമ്മളെ റൂമിൽ ബെഡ്റൂമിലൊക്കെ അന്വേഷിക്കും. ഇനി അപ്പൊ എന്താണ് നമ്മൾ നോക്കുന്നത് കണ്ടിട്ട് നമ്മുടെ പാരന്റ് വരും അല്ലെ, എന്താണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കും. എന്താണ് നമ്മൾ കാര്യം പറയും, ഞാൻ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോ നമ്മളിത് കാണുന്നില്ല, എവിടെ പോയിന്ന് അറിയില്ല പറഞ്ഞിട്ട് നമ്മൾ നോക്കുമല്ലോ തിരിയും. അപ്പൊ എന്താണ് നമ്മളുടെ കൂടെ പാരന്റ്സും കൂടി ചേർന്നിട്ട് തരും അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യന്റിനെ കാണാതായിട്ടുണ്ടെങ്കിൽ ആദ്യം അവര് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ തിരയുന്നു. പിന്നീട് തൊട്ടടുത്ത ഏരിയയിലെ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളും കൂടി തിരയുന്നുണ്ട്. അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഏരിയയിൽ കൂടി പറഞ്ഞ് അവർ ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെയും കൂടി തിരയിപ്പിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, സെർച്ച് ചെയ്യിപ്പിക്കുന്നു. ഇഫ് ദ പേഴ്സൺ ഈസ് ലൊക്കേറ്റഡ് ആസ്ക് ദം ടു റിമൈൻ ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്, പേഷ്യൻസിനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ പേഴ്സൺ ഈസ് ലൊക്കേറ്റഡ്, കണ്ടെത്തി കഴിഞ്ഞാൽ എവിടെ നിന്നാണോ കണ്ടെത്തിയത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയും. ആസ്ക് ദം ടു റിമൈൻ ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യൻസിൽ വരുന്നത്. കോഡ് യെല്ലോ എന്ന് പറഞ്ഞാല് മിസ്സിംഗ് പേഷ്യന്റ് ആണ്. അവിടെ എന്താണ്, ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, ഒരു പേഷ്യൻസിനെ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫുകള് ആ തൊട്ടടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ തൊട്ടടുത്തുള്ള ഏരിയയില് സെർച്ച് ചെയ്ത് തുടങ്ങുന്നു. ഇനി അവിടെ നോക്കിയിട്ട് കാണുന്നില്ല, കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ കോഡ് യെല്ലോ. അതിനെ കൂടി എന്തൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പേഷ്യൻസിന്റെ നെയിം അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പേഷ്യൻസ് നെയിം, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് യൂണിറ്റ്, പേഷ്യന്റ് ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടൈം ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ. ഇനി എന്താണ്, സ്റ്റാഫുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് അദ്ദേഹത്തെ തിരയുമ്പോൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളോട് കൂടെ പറഞ്ഞ് അവരും കൂടി ആ ഡിപ്പാർട്ട്മെന്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്, പേഷ്യൻസിനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് കണ്ടെത്തിയത് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ തുടരാനായിട്ട് പറയുന്നു. ഇത്തരം കാര്യങ്ങളാണ് കോഡ് യെല്ലോയിൽ പറയുന്നത്. ഓക്കെ ആണോ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കോഡ് ആംബർ.
ഓക്കെ. മിസ്സിംഗ് ഇൻഫാന്റ് ഓർ ചൈൽഡ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞിക്കുട്ടികൾ അല്ലെ, ന്യൂ ബോൺ ബേബീസ് ആണ്. ഓക്കെ. അപ്പൊ അവര് കുഞ്ഞിക്കുട്ടികള്, കുഞ്ഞുങ്ങൾ, ഇൻഫാന്റ് ബേബീസ്, ന്യൂ ബോൺ ബേബീസ് മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കോഡാണ് കോഡ് ആംബർ എന്ന് പറയുന്നത്. ഓക്കെ. നിങ്ങളവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പൊ എന്താണ് അവിടെ കളർ കാണാൻ പറ്റില്ല, ഒരു മഞ്ഞയല്ല, അതുപോലെ തന്നെ ഒരു ചന്ദന കളറൊക്കെ എന്ന് പറയാൻ പറ്റും അല്ലെ. അത്ര അധികം ഒരു മഞ്ഞയല്ല അല്ലെ, അവിടെ കാണുന്നില്ലേ നിങ്ങൾ? ഓക്കെ. അതിനെയാണ് നമ്മൾ കോഡ് ആംബർ, ആംബർ എന്ന കളർ ആയിട്ട് പറയുന്നത് കേട്ടോ. നോക്കാം. A missing infant or child is always assumed to be the victim of abduction. എന്താണ്? എന്താ പറഞ്ഞത്? കോഡ് പിങ്ക്. ആരാ ചോദിച്ചത് ഡൗട്ട്? അഞ്ജലി. കോഡ് പിങ്ക് എന്താണ് പഠിപ്പിച്ചത്? പിങ്ക് ഓർ ആംബർ രണ്ടും പറയൂട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഹോസ്പിറ്റലുകളിലും എന്താണ് ഡിസാസ്റ്റർ കോഡ് ഓറഞ്ച് ഒക്കെ എന്താണ്, ഓരോ ഹോസ്പിറ്റലിലും അവര് എന്താണ് ഓരോ കോഡുകളാണ്. ഓരോ ഹോസ്പിറ്റലിൽ വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മനസ്സിലായോ? അതെ, കോഡ് പിങ്ക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോഡ് പിങ്ക് ആയിരുന്നു കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം. കോഡ് ആംബർ എന്ന് പറയുന്നത് എന്താണ്? A missing infant or child is always assumed to be the victim or abduction. Immediately call and report the following. ഇവിടെ പറയുന്നത് കോഡ് നമ്മള് ആംബർ, കോഡ് ആംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞി കുട്ടികളെ അല്ലെ, ഇൻഫാന്റ് ബേബീസിനെ തട്ടിക്കൊണ്ട് പോവുക അല്ലെ, മിസ്സിംഗ്, അവിടെ തട്ടിക്കൊണ്ട് പോവുക. അല്ലെങ്കിൽ ചൈൽഡ് എന്താണ്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളേക്ക് തട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എന്താണ്? കോഡ് ആംബർ ആണ്. അപ്പോ പറയുന്നത് എന്താണ്? ന്യൂ ബോൺ ബേബീസിനൊക്കെ തട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി, എടുത്തുകൊണ്ട് പോയി അല്ലെ. മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇമ്മീഡിയറ്റ്ലി കോൾ ആൻഡ് റിപ്പോർട്ട് ദ ഫോളോവിങ്. ഇമ്മീഡിയറ്റ്ലി എന്ത്? കോൾ ആംബർ കോൾ ചെയ്യാം. അതുപോലെ തന്നെ അതിൽ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ അല്ലെ, റിപ്പോർട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസുകൾ എന്തൊക്കെയാണ്? യൂണിറ്റ് ആണ് കേട്ടോ. യൂണിറ്റ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിറ്റി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് മാറ്റാം. യൂണിറ്റ് ഓർ ഏരിയ, ഏത് വാർഡിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ICUവിൽ നിന്നാണോ. നമ്മള് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അതിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിപ്ലോമയില്. എന്താണ് ICUവിൽ നിന്നൊക്കെ ന്യൂ ബോൺ ബേബീസിനൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഓർക്കുന്നുണ്ടോ? ഹിൽഫ്രേസ് ഒക്കെ പഠിച്ചപ്പോ ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ എന്താണ്? ഏത് ഏരിയയിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് ICUവിൽ നിന്നാണോ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയ പറയാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഫാന്റ് ഓർ ചൈൽഡ്, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇൻഫാന്റിന്റെ ഓർ ചൈൽഡിന്റെ കൊടുക്കാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ക്ലോത്തിങ് ഓർ ബ്ലാങ്കറ്റ്. എന്താണ്? ഇങ്ങനെ ചിലപ്പോ കുഞ്ഞിക്കുട്ടികളൊക്കെ പല കളറിലുള്ള ടർക്കികളായിരിക്കും പല ഹോസ്പിറ്റലുകളിലും. വൈറ്റ് ഉണ്ടാവും, റോസ് കളർ ഉണ്ടാവും, പിങ്ക് കളർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്ലോത്തിങ് എന്തൊക്കെയാണ്, അപ്പൊ അല്ലെങ്കിൽ ഡ്രസ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്
കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തന്നെ ടൈം ആൻഡ് ലൊക്കേഷൻ ലാസ്റ്റ് സീൻ. കുട്ടിയെ ലാസ്റ്റ് ആയിട്ട് കണ്ടത് ഇവിടെ വെച്ചാണ്, എപ്പോഴാണ് കണ്ടത്, ടൈം ആൻഡ് ലൊക്കേഷൻ. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫാന്റ് ഓർ ചൈൽഡ്. ഓക്കെ, അപ്പോ ലാസ്റ്റ് സീൻ നമ്മൾ എവിടെ വെച്ചാണ് കണ്ടത്, അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷനും ഏതാണ്, ഏത് പേഴ്സൺ ആണ് ലാസ്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളത്, അപ്പൊ അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇഫ് നോ security will notify police and initiate lockdown procedures. Staff from other areas should conduct a search and if something is found to report the status and location. എന്താ പറയുന്നത്, security അല്ലെ. If not, security will notify police and initiate lockdown procedures. അപ്പൊ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസിനെയൊക്കെ നമ്മൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. സെക്യൂരിറ്റി എന്താണ്, പോലീസിനെ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്താണ്, കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പോ തന്നെ ഹോസ്പിറ്റലുകളിൽ നിന്ന് ആരെയും പുറത്തു വിടില്ല ഇല്ലേ, പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ പോലീസിനെ അവിടെ നിന്ന് ഇൻഫോം ചെയ്തു അല്ലെ, സ്റ്റാഫുകളെ തിരയുന്നുണ്ടാവും, തിരക്കിട്ട് കണ്ടില്ല, അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ പോലീസിനെ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ ഇൻഫോം ചെയ്യുന്നതാണ്, പോലീസിനെ അറിയിക്കണം. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ അല്ലെ, ഇനീഷ്യേറ്റ് എന്ത് ചെയ്യണം, ലോക്ക്ഡൌൺ പറയേണ്ടത് അത്യാവശ്യമാണ്, പുറത്തേക്ക് ആരെയും വിടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ സെക്യൂരിറ്റി വന്ന് ഹോസ്പിറ്റലിലെ ഗേറ്റുകൾ അടയ്ക്കുകയും പുറത്തേക്ക് ആരെയും വിടാനായിട്ട് സമ്മതിക്കില്ല, ലോക്ക്ഡൌൺ പറയണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ലോക്ക്ഡൌൺ പറയാം. സ്റ്റാഫ് ഫ്രം അതർ ഏരിയ ഷുഡ് കണ്ടക്ട് എ സെർച്ച് ആൻഡ് ഇഫ് സംതിങ് ഈസ് found, report the status and location. ഇനി എന്ത് ചെയ്യണം, ലോക്ക്ഡൌൺ പറഞ്ഞു കഴിഞ്ഞു, എന്താണ്, സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, അവിടെ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിക്കും അല്ലെ, പല ഡിപ്പാർട്ട്മെന്റിലെ തൊട്ടടുത്തുള്ള പല ഏരിയാസിൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, സ്റ്റാഫുകൾ അന്വേഷിക്കും. ഇനി എവിടെയെങ്കിലും കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ ഇഫ് സംതിങ് ഈസ് ഫൗണ്ട്, എവിടെയെങ്കിലും കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം, റിപ്പോർട്ട് സ്റ്റാറ്റസ് ആൻഡ് ലൊക്കേഷൻ, റിപ്പോർട്ട് ചെയ്യുകയും അല്ലെ, ആ ലൊക്കേഷൻ എവിടെയാണ് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, യൂണിറ്റ് ആൻഡ് ഏരിയ ഇൻവോൾവ്ഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് യൂണിറ്റ് ആൻഡ് ഏരിയ? ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ചൈൽഡ് ഓർ description of the clothing or parameter, time and location last seen, description of the person last seen with the infant or child. If non-security will notify police, പോലീസിനെ അറിയിക്കാം. അതുപോലെ തന്നെ ലോക്ക്ഡൌൺ പ്രൊസീജിയർ, ലോക്ക്ഡൌൺ പറയാം. സ്റ്റാഫുകൾ അതർ ഏരിയാസിലൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഇനി അന്വേഷിച്ചിട്ട് കണ്ടെത്തുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വായിച്ചു നോക്കി. ക്ലിയർ ആണോ? കോഡിയൽ ലോയും
അതുപോലെ തന്നെ ആംബർ, കോഡ് ആംബർ. ഓക്കെ, അപ്പൊ കോഡ് യെല്ലോ പറഞ്ഞത് മിസ്സിംഗ് പേഷ്യൻസ് കേട്ടോ, മിസ്സിംഗ് പേഷ്യൻസ് ആണ് കോഡ് യെല്ലോ. അതുപോലെ കോഡ് ആംബർ മിസ്സിംഗ് ഇൻഫാന്റ് ഓർ ചൈൽഡ്, മിസ്സാവുന്നത് കേട്ടോ. അതുപോലെ 5ൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു കോഡ് പിങ്ക് അത് സെയിം ആണോ എന്നുള്ളത്. അതെന്താണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്? എന്താണ്, തട്ടിക്കൊണ്ട് പോകുന്നതാണ്, ഇൻഫാന്റിനെ ഒരു ചൈൽഡിനെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇത് മിസ്സിംഗ് ആണ് കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം. ഓക്കെ, തട്ടിക്കൊണ്ട് പോകുന്നത് മിസ്സാവുന്നത് എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അത് നിങ്ങൾ ഡിപ്ലോമയിൽ പഠിച്ചത് കൊണ്ട് ഇത്തിരി ഡൗട്ട് വരും അല്ലെ, അതിൽ കൊടുത്തിരിക്കുന്നത് ഇത്തിരി ഡിഫറെന്റ് ആണ്. ചില കുട്ടികൾ സംശയം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ്, നമ്മൾ 2 കാര്യങ്ങളാണ് എടുത്തത്. എന്താണ് കോഡ് യെല്ലോ, കോഡ് ആംബർ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഓരോ പോയിന്റ്സും പഠിച്ചു വെക്കണേ, ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം, ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. കോഡ് യെല്ലോ പറയുമ്പോഴും കോഡ് ഗ്രീൻ, അടുത്തത് കോഡ് ഗ്രീൻ ആണ്. അതുപോലെ തന്നെ കോഡ് പിങ്ക്, കോഡ് ആംബർ, ഇതൊക്കെ പറയുമ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് അതുമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വെച്ചാൽ മതി. എടുക്കാം. കോഡ് ഗ്രീൻ. എന്താണ് കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞാല്? ഓക്കെ, ഇതോടുകൂടി നമ്മുടെ കോഡുകളൊക്കെ അവസാനിച്ചു. ലാസ്റ്റ് വന്നാണ് കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് കേട്ടോ. കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞാല് ഇന്റേണൽ ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവാക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ മീനിങ്. എന്താണ് ഇവാക്വേഷൻ? ഒഴിപ്പിക്കുന്നത് അല്ലെ, ഒഴിപ്പിക്കുക. അപ്പൊ എന്താണ് കോഡ് ഗ്രീൻ എന്ന് പറയുമ്പോ ഇന്റേണൽ ഇവാക്വേഷൻ, ഒഴിപ്പിക്കുന്നത് അല്ലെ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാല് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളെ ഫയർ ആവാം അല്ലെ, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ സ്പെസിഫിക് ഏരിയയിൽ നിന്ന് ആളുകളെ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും ഇല്ലേ, രോഗികളെ അല്ലെ. അത് ആ ബാധിതരെ അല്ലെ, രോഗം ബാധിച്ചവരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫയർ ഉണ്ടായിട്ട് അത് ബാധിച്ചവരേക്ക് നമ്മൾ വേറെ ഏരിയാസിലോട്ടൊക്കെ മാറ്റാറുണ്ട്. അതാണ് ഇന്റേണൽ ഇവാക്വേഷൻ എന്ന് പറയുന്നത്. ഇന്റേണലി ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക. അതാണ് കോഡ് ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ടത്. Hospitals tend to use code green along with the other codes as it indicates that the hospital is activating an emergency operation plan. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ? ഹോസ്പിറ്റൽ ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെൻറ്റ് എന്ന് പറഞ്ഞാല് പരിപാലിക്കുക. ഓക്കെ, പരിപാലിക്കുക എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. ടെൻറ്റ് പരിപാലിക്കുക. Hospitals tend to use code green along with the other codes as it indicates that the hospital is activating an emergency operations plan. അപ്പൊ എന്താ പറയുന്നത്? മറ്റു ഹോസ്പിറ്റലുകളില് കോഡുകളുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു പല കോഡുകളും നമ്മൾ പഠിച്ചല്ലേ, ആ കോഡുകളുടെ കൂടെ തന്നെ ഈ കോഡ് ഗ്രീനും എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലുകളില് വരുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. ഇനി എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ്. ഇനി എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതെന്താണ് സൂചിപ്പിക്കുന്നത്? Indicates that the hospital is activating an emergency operations. Underline ചെയ്തു വെച്ചേ. എന്താണ് കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? It indicates that the hospital is activating an emergency operations plan. എന്താണ്? ഒരു അടിയന്തരമായ എമർജൻസി ഓപ്പറേഷൻ പ്ലാന് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതാണ് ഇത് ചെയ്യുന്നത് കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് ആക്ടിവേറ്റിംഗ് ആൻ എമർജൻസി ഓപ്പറേഷൻസ്. ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിയന്തര എമർജൻസി പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, സജീവമാക്കുന്നു എന്നുള്ളത്. സജീവമാക്കുക അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നതാണ് കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്? Some hospitals use a code green to indicate a mass
casualty events such as multiple survivors of a mass shooting arriving at the hospital for treatment. അപ്പൊ എന്താ പറയുന്നത്? ഒരു കൂട്ടം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം അല്ലെ. Some hospitals use a code tree to indicate mass casualty event. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Some ഹോസ്പിറ്റൽസില് അല്ലെ ഒരു കൂട്ടം അത്യാഹിത സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. കോഡ് ഗ്രീൻ എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റലുകളില്, സം ഹോസ്പിറ്റലുകളില് കോഡ് ഗ്രീൻ യൂസ് ചെയ്യുന്നത്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? മാസ് കാഷ്വാലിറ്റി ഇവന്റ്, ഒരു കൂട്ടം അത്യാഹിത സംഭവങ്ങള്. such as multiple survivors of a mass shooting arriving at the hospital or treatment. ഒരു കൂട്ടം സംഭവത്തിന്റെ വിവരണങ്ങളാണ് കോഡ് ഗ്രീനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കൂട്ടം സംഭവത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇവന്റിന്റെ വിവരണങ്ങളാണ് കോഡ് ഗ്രീനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി the code may include the description of a mass casualty scenario. സിനാരിയോ എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങൾ അല്ലെങ്കിൽ രംഗങ്ങൾ അല്ലെങ്കിൽ ഘട്ടങ്ങൾ, സിനാരിയോ, as well as information about which emergency operations plan that code activate. അപ്പൊ എന്താ പറയുന്നത്? ഈ കോഡ് സജീവമാക്കുന്ന ഒരു എമർജൻസി പ്ലാൻ, ഓപ്പറേഷൻ പ്ലാനിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ കോഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കോഡുമായിട്ട് ബന്ധപ്പെട്ട എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ, എമർജൻസി ഓപ്പറേഷൻ പ്ലാനിനെയാണ് ഈ വിവരണം ഈ കോഡുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കോഡ് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 3 ലെവലുകളിലായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും കേട്ടോ. നമുക്ക് നോക്കാം. 3 levels ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ലെവൽ 1 ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരശ്ചീനമായ അല്ലെ. ഹൊറിസോണ്ടൽ മീൻസ് തിരശ്ചീന. ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ ഉണ്ട്. സെക്കൻഡ് ലെവൽ 2 വെർട്ടിക്കൽ അല്ലെ, കുത്തനെ അല്ലെങ്കിൽ ലംബമായിട്ടുള്ള വെർട്ടിക്കൽ ഇവാക്യുവേഷൻ. ഈ തേർഡ് ലെവൽ എന്താണ്? ടോട്ടൽ, സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഇവാക്യുവേഷൻ, ടോട്ടൽ ഇവാക്യുവേഷൻ. അതിങ്ങനെ 3 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ലെവൽ 1 ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ, തിരശ്ചീന ഒഴിപ്പിക്കൽ. Evacuate all affected persons beyond the fire suppression door to an adjacent safe area on the same floor. എന്താ പറയുന്നത്? ഒരു ഫയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സെക്ഷന്റെ അപ്പുറത്തേക്ക് അല്ലെ, അഡ്ജസന്റ് ഏരിയ, തൊട്ടടുത്ത അപ്പുറത്തെ ഏരിയ അല്ലെങ്കിൽ എന്താണ് ബാധിച്ചവരെ ഫയർ ഉണ്ടാവുമ്പോ ചിലപ്പോ ചില രോഗികളേക്ക് അത് ബാധിക്കാറുണ്ട് അല്ലെ. അങ്ങനെ അത് ബാധിച്ചവരെ എന്ത് ചെയ്യുന്നുണ്ട്? തൊട്ടടുത്ത സെക്ഷനിലേക്ക് സുരക്ഷിതമായിട്ട് ആ സ്ഥലത്തേക്ക് മാറ്റുന്നു. അതാണ് ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ, തിരശ്ചീനമായ ഒഴിപ്പിക്കൽ. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ലെവലിൽ പറഞ്ഞത് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ, തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ തീപിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് അതിന്റെ തൊട്ടടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ ഒഴിപ്പിക്കുന്നു. ഓക്കെ. ഇനി ലെവൽ 2 എന്താണ്? വെർട്ടിക്കൽ അല്ലെ, ലംബമായ കുത്തനെയുള്ള അല്ലെ. Vertical evacuation. Evacuate all affected persons to another floor, preferably second floors down. അപ്പൊ എന്താണ്? ഇങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായിട്ട് അല്ലെ, തീപിടുത്തം ഉണ്ടായിട്ട് അത് എഫക്ട് ചെയ്ത പേഴ്സൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു നിലയിലേക്ക് അല്ലെ, താഴെയുള്ള ആ നിലകളിലേക്ക്. നല്ലത് എന്താണ്? ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഈ ബാധിച്ചവരെ ഒഴിപ്പിക്കാനായിട്ട്, എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഒഴിപ്പിക്കേണ്ടത് ഏറ്റവും വെർട്ടിക്കൽ ഇവാക്യുവേഷനിൽ എങ്ങനെയാണ്? ഏറ്റവും നല്ലത് 2 നിലകൾക്ക് താഴേക്ക് മാറ്റണം എന്നാണ് പറയുന്നത്. 2 floors down അല്ലെ, 2 നിലകളുടെ താഴേക്കാണ് മാറ്റേണ്ടത്. എന്തിൽ വരുമ്പോ? വെർട്ടിക്കൽ ഇവാക്യുവേഷനിൽ പറയുമ്പോ. ഹൊറിസോണ്ടലി ആകുമ്പോൾ എന്താണ്? തൊട്ടടുത്തുള്ള അതർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാം, സെയിം ഫ്ലോറിൽ തന്നെ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോ 2 നിലകൾക്ക് താഴെ ആളുകളെ, അത് ബാധിച്ചവരെ എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാറ്റുക. ഇനി ലെവൽ 3 എന്താണ്? ടോട്ടൽ ഇവാക്യുവേഷൻ അല്ലെ, പൂർണ്ണമായിട്ടുള്ള ഇവാക്യുവേഷൻ.
evacuation. നോക്കാം ഒഴിപ്പിക്കല്. Evacuate all persons from the building remain in your assigned area for instructions. എന്താ പറയുന്നത്? എല്ലാ ആളുകളെയും അല്ലെ, എല്ലാ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിക്കുന്നു. ആ ബിൽഡിങ്ങിൽ തന്നെ അല്ലെ, ആ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിപ്പിക്കുന്നു. ടോട്ടൽ ഇവാക്യുവേഷൻ ആണ്, പൂർണ്ണമായിട്ടുള്ള ഒഴിപ്പിക്കല്. ആ ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു ബിൽഡിങ്ങിലേക്ക് അല്ലെ, ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ആളുകളെയും ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിപ്പിക്കുന്നു. അതാണ് ടോട്ടൽ ഇവാക്യുവേഷൻ. മനസ്സിലായോ? അപ്പോ ഗ്രീൻ, കോൾഡ് ഗ്രീൻ അല്ലെ, ഇന്റേണൽ ഇവാക്യുവേഷൻ ആണ്. തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയെല്ലാം മാറ്റാം ആളുകളെ? 3 ലെവലിലായിട്ടാണ് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇവാക്യുവേഷൻ, വെർട്ടിക്കൽ ഇവാക്യുവേഷൻ, ടോട്ടൽ ഇവാക്യുവേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫ്ലോറിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ആ സെയിം ഫ്ലോറിൽ തന്നെ അടുത്ത ഏരിയയിലേക്ക്, തൊട്ടടുത്ത അഡ്ജസ്റ്റന്റ് ഏരിയയിലേക്ക് മാറ്റുന്നുണ്ട് അല്ലെ. ഇനി വെർട്ടിക്കൽ ആണെങ്കിൽ എന്താണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്? എന്താണ്? എഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ താഴേക്കുള്ള രണ്ട് നിലകളുടെ താഴേക്കാണ് ആളുകളെ മാറ്റേണ്ടത്. ഏറ്റവും അത്യുത്തമം അതാണ്. ഇനി എന്താ പറയുന്നത്? ലെവൽ 3 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഇവാക്യുവേഷൻ, പൂർണ്ണമായിട്ടുള്ള ഒഴിപ്പിക്കൽ അല്ലെ. ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ ആളുകളെ എന്ത് ചെയ്യണം? മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, വായിച്ചു നോക്കിയേ. കോഡ് ഗ്രീൻ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ ആണോ? കോഡ് ഗ്രീൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. When to activate an emergency response code. ഒരു അടിയന്തര എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തര റെസ്പോൺസ് അല്ലെ, റെസ്പോൺസ് കോഡ് എപ്പോൾ സജീവമാക്കണം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ. An emergency response code will be initiated when any of the above emergency situation will occur. Who can active emergency response code? Any individual, that is hospital staff of all category can call a code. എന്താ പറയുന്നത്? ഒരു അടിയന്തരമായിട്ടുള്ള എമർജൻസി റെസ്പോൺസ് കോഡ് എപ്പോഴൊക്കെ ആർക്കൊക്കെ ആക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മള് കുറച്ച് കോഡുകൾ നമ്മൾ ഇതിന് മുകളിൽ നമ്മൾ പഠിച്ചു. കോഡ് ഗ്രീൻ, കോഡ് ആംബർ, കോഡ് ബ്ലാക്ക്, അങ്ങനെ പല കളറുകളിലുള്ള കോഡുകൾ നമ്മൾ
എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ ഫയറോ അങ്ങനെ എന്തെങ്കിലും ഇവാക്യുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പല സാഹചര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ ഉണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ ഒരു അടിയന്തര പ്രതികരണം എമർജൻസി റെസ്പോൺസ് കോഡ് ആരംഭിക്കും. ഓക്കെ, എന്തെങ്കിലും സാഹചര്യങ്ങൾ എമർജൻസി ആയിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എമർജൻസി റെസ്പോൺസ് കോഡ് ആരംഭിക്കുന്നുണ്ട്. ഇനി ആർക്കൊക്കെ അടിയന്തര റെസ്പോൺസ് കോഡ് അല്ലെ, എമർജൻസി റെസ്പോൺസ് കോഡ് നമുക്ക് സജീവമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. Can activate emergency response code any individual, that is hospital staff for all the categories we call upon. Underline ചെയ്തേ, ആർക്കൊക്കെയാണ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നത്? ഏത് വ്യക്തിക്കും, അതായത് ഏത് വിഭാഗത്തിലുമുള്ള ആശുപത്രി ജീവനക്കാർക്കും എന്ത് ചെയ്യാം? കോഡ് വിളിക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിലെ എല്ലാ സ്റ്റാഫുകൾക്കും, ഏത് കാറ്റഗറിയിൽ ഇല്ല, എല്ലാ കാറ്റഗറിയിലും സ്റ്റാഫുകൾക്ക് കോൾ എന്ത് ചെയ്യാം? കോഡ് ചെയ്യാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും എമർജൻസി സംഭവങ്ങൾ അടിയന്തരമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും, ഇന്നാളെന്നില്ല, ഏതൊരു വ്യക്തിക്കും കോഡ് ചെയ്യാവുന്നതാണ്. അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം, ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. ഇനി അടിയന്തര പ്രതികരണം അല്ലെ, റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പ്രതികരണ കോഡ്, എമർജൻസി റെസ്പോൺസ് കോഡ് എങ്ങനെ സജീവമാക്കാം എന്നുള്ളതാണ് 4 പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്റ്റെപ്പ് 1 in organizing an emergency call is notification. അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അടിയന്തര പ്രതികരണം സംഘടിപ്പിക്കുന്നതിലെ ആദ്യ ഘട്ടം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫിക്കേഷൻ ആണ്, അറിയിപ്പാണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഇൻ ഓർഗനൈസിംഗ് ആൻ എമർജൻസി റെസ്പോൺസ് ഈസ് നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? എ റിലയബിൾ നോട്ടിഫിക്കേഷൻ സർവീസ് is needed to ensure that the appropriate resources are deployed according to the type of incident. അപ്പൊ എന്താ പറയുന്നത്? സംഭവത്തിന്റെ തരം അനുസരിച്ച് എന്ത് രീതിയിലാണ്, ഏത് തരമാണ് അല്ലെ സംഭവിച്ചിരിക്കുന്നത്? ഫയർ ആവാം, അതുപോലെ എന്താണ്, തട്ടിക്കൊണ്ടുപോകലാവാം, മിസ്സിംഗ് കേസ് ആവാം, അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സംഭവത്തിന്റെ തരം അനുസരിച്ച് ഉചിതമായിട്ടുള്ള ഉറവിടങ്ങള് എന്താണ് വിന്യസിപ്പിച്ചുകൊണ്ട് തന്നെ ഉറപ്പാക്കാനായിട്ട് വിശ്വസനീയമായ ഒരു അറിയിപ്പ് സേവനം ആവശ്യമാണ് അല്ലെ. സംഭവത്തിന്റെ തരം ഡിഫറൻറ്റ് ആവാം, പല സംഭവങ്ങൾ സംഭവിക്കാം അല്ലെ. ഫയർ ആവാം, തട്ടിക്കൊണ്ടുപോവാം, അല്ലെങ്കിൽ എന്താണ് മിസ്സിംഗ് കേസ് ആവാം, അങ്ങനെ പല രീതിയിൽ സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തരം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആക്കണം. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ, എമർജൻസി റെസ്പോൺസ് കോഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഓർഗനൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംഘടിപ്പിക്കുന്നതിന്റെ ഓർഗനൈസ് മീൻസ് സംഘടിപ്പിക്കുക. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോട്ടിഫിക്കേഷൻ ആണ്. അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സംഭവത്തിന്റെ തരം അനുസരിച്ച് ഉചിതമായിട്ടുള്ള ഉറവിടങ്ങള് വിന്യസിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് ഓരോ റിസോഴ്സുകൾ ആവശ്യമാണ് അല്ലെ, ഓരോ തരം അനുസരിച്ചിട്ടും ഓരോ റിസോഴ്സുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിശ്വസനീയമായ ഒരു അറിയിപ്പ് സേവനം അത്യാവശ്യമാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് adequate along with the good public addresses system, and in fact each and
every telephone in the hospital is connected to the public address system so as to communicate to other hospital employees in case of any emergencies. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്, ആശുപത്രിയിലെ ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ സംവിധാനം പര്യാപ്തമാണ്. ഒരു നല്ല വിലാസ സംവിധാനമുണ്ട് അല്ലെ. ആ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, എന്ത് എമർജൻസി വന്നിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് വേണം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ വേണം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആളുകളെ രക്ഷിക്കാൻ ഇപ്പൊ ഫയർ ആകുമ്പോഴും അതുപോലെ തന്നെ പല മിസ്സിംഗ് കേസ് ആയാലും അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ആളുകളെ ഒഴിപ്പിക്കാനായിട്ടായാലും എന്ത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് ഇവന്റുകൾ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ളൊരു നല്ല രീതിയിലുള്ള പബ്ലിക് അഡ്രസ് സിസ്റ്റം നമുക്ക് നല്ല രീതിയിൽ പര്യാപ്തമാക്കണം. വാസ്തവത്തില് ആശുപത്രിയിലെ ഓരോ ടെലിഫോണുകളും അതുപോലെ തന്നെ എന്താണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം പൊതുവിലാസ സംവിധാനവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തില് മറ്റു ആശുപത്രി ജീവനക്കാരുമായിട്ട് ആശയവിനിമയം നടത്താം ഇല്ലേ. പല പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതർവൈസ് ആണെങ്കിലോ അല്ലായിട്ടുണ്ടെങ്കിലോ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത്തിരി എന്താണ് എന്തെങ്കിലും ഡേഞ്ചറസ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പോ എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലുകളിൽ എന്ത് ആവശ്യമാണ്, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത്യാവശ്യമാണ്. ഇനി എന്താണ്, the individual calling the code must dial the designated number to call a code that is applicable to that particular emergency situation. എന്താ പറയുന്നത്, കോഡ് വിളിക്കുന്ന വ്യക്തി ആ പ്രത്യേക അടിയന്തര സാഹചര്യത്തിന് ബാധകമായ ഒരു കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ ഡയൽ ചെയ്യണം. ഇപ്പൊ എന്താണ്, പല കോഡുകൾ നമ്മൾ പഠിച്ചല്ലേ, 911 333 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ നമുക്ക് ആ വ്യക്തിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ കോഡ് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആകില്ല അല്ലെ. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ സ്റ്റാഫുകളെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ആളുകളെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കോഡൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കോഡ് വിളിക്കുന്ന വ്യക്തിക്ക് ആ പ്രത്യേക അടിയന്തര സംവിധാനം ബാധകമായ ഒരു കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ ഡയൽ ചെയ്യണം. കറക്റ്റ് ആയിട്ട് അയാൾ ഡയൽ ചെയ്തിരിക്കണം. ഇനി give the exact location that is block area room number etc. ഇനി ഇപ്പൊ തീപിടുത്തമാണ് ഉണ്ടായതെങ്കിൽ ഏത് ഏരിയയിലാണ്, ഏത് ബ്ലോക്കിലാണ് അല്ലെങ്കിൽ ഏത് റൂമിലാണ്, റൂം നമ്പർ വരെ എന്ത് ചെയ്യണം, എക്സാക്ട് കറക്റ്റ് ലൊക്കേഷനും കൂടിയും പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങള് ശ്രദ്ധിക്കാം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ എമർജൻസി റെസ്പോൺസ് കോഡ് എങ്ങനെയാണ് സജീവമാക്കേണ്ടത്, 4 പോയിന്റുകളിലൂടെയാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, നോട്ടിഫിക്കേഷൻ ആണ് അല്ലെ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ഇമ്പോർട്ടൻറ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അടിയന്തര പ്രതികരണം എന്താണ്, അത് എമർജൻസി റെസ്പോൺസ് സംഘടിപ്പിക്കുന്നതിലൂടെ അതിന്റെ ആദ്യഘട്ടം സംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ആണ്. അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ ആ സംഭവത്തിന്റെ തരം അനുസരിച്ച് ഉചിതമായിട്ടുള്ള ഉറവിടങ്ങള് പല സംവിധാനങ്ങളും ആവശ്യമാണ് അല്ലെ. ചിലപ്പോ പല പല കോഡുകൾ നമ്മൾ പഠിച്ചു, പല പല റിസോഴ്സസുകൾ അതിനാവശ്യമായിട്ട് വരും. അപ്പോ അതിന് വേണ്ട പല റിസോഴ്സസുകളും അവിടെ ഉണ്ട് എന്നുള്ളത് എന്താണ് ഈ അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമാണ്. നോട്ടിഫിക്കേഷനോടെ കൊടുക്കണം. ഓക്കെ. അപ്പോ സംഭവത്തിന്റെ തരം അനുസരിച്ച് ഉചിതമായിട്ടുള്ള ഉറവിടങ്ങള് വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു അറിയിപ്പ് സേവനം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്, the communication system in the hospital is adequate along with the good public address system
PAS നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. Public address system and in fact each and every telephone in the hospital is connected to the public address system so as to communicate to other hospital employees in case of any emergencies. അതുപോലെ തന്നെ ആശുപത്രിയിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആശയവിനിമയ സംവിധാനം പര്യാപ്തമാണ്. നല്ലൊരു പൊതു സംവിധാനം പബ്ലിക് അഡ്രസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് വാസ്തവത്തിൽ ആശുപത്രിയിലെ ഓരോ ടെലഫോണും പൊതുവിലാസ സംവിധാനം എന്ന് പറയുന്നത് പബ്ലിക് അഡ്രസ് സിസ്റ്റം ആണ്. അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധിപ്പിച്ചതിനാൽ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രി ജീവനക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഇൻഡിവിജ്വൽ കോളിംഗ്. The call must dial the designated number to call a call that is applicable to that particular emergency situations. കോഡ് വിളിക്കുന്ന വ്യക്തി ആ പ്രത്യേക അടിയന്തര സാഹചര്യത്തില്, എമർജൻസി സാഹചര്യത്തില് ഒരു കോഡ് ബാധകമായിട്ടുള്ള അതിന് യോജിച്ചതായിട്ടുള്ള കോഡ് വിളിക്കാൻ നിയുക്തമായ നമ്പർ ഡയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കോഡൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ ധൃതിയിലൊക്കെ ചെയ്യുമ്പോൾ കോഡൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ഡയൽ ചെയ്യും. ഇനി എന്താണ്? ഗിവ് ദ എക്സാക്ട് ലൊക്കേഷൻ. ഇനി എവിടെയാണ്? ഇപ്പൊ തീപിടുത്തമാണെങ്കിൽ എവിടെയാണ് തീ പിടിച്ചിട്ടുള്ളത്, ഏത് ഏരിയയിലാണ്, ഏത് ബ്ലോക്കിലാണ്, ഏത് റൂമിലാണ്, റൂം നമ്പർ, അതടക്കം നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സാക്ട് ലൊക്കേഷൻ വരെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. വായിച്ചോക്കെ 4 കാര്യങ്ങളും. When to activate an emergency response code and how to activate emergency response code. 2 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും വരെ എടുക്കുന്നുള്ളൂ. ഇനി ജസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചർച്ച കംപ്ലീറ്റ് ആണ്. ബാക്കി നാളെ എടുക്കാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും വരെയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഇന്നെടുത്ത ഭാഗങ്ങള് കോഡ് ഗ്രീൻ, കോഡ് ആങ്കർ,
ലാസ്റ്റ് നെക്സ്റ്റ് എടുത്തത് എന്താണ്? കോഡ് യെല്ലോ. അതുപോലെ തന്നെ പറഞ്ഞത് ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. അടിയന്തര റെസ്പോൺസ് കോഡുകൾ എപ്പോൾ സജീവമാക്കണം, ആർക്ക് സജീവമാക്കാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി അടിയന്തര പ്രതികരണ കോഡ്, എമർജൻസി റെസ്പോൺസ് കോഡ് എങ്ങനെ സജീവമാക്കാം എന്നുള്ളതാണ് 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുകൂടി ഓർത്ത് വെച്ച് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രയും എടുത്തതില്? ഓക്കെ ആണോ ഇത്രയും വരെ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.